പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ഈ പ്രഭാതത്തില് കർത്താവിന്റെ തിരുസന്നിധിയിലെ നമ്മൾ നിർത്തപ്പെടുകയാണ്. നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ചിലവിധത്തിൽ പ്രായമുള്ളവരൊക്കെ ഇത് താമസം എഴുന്നേക്കണമെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്നാലും നിങ്ങളെ ഒക്കെ ഇത്തിരി താമസിച്ച് ചില പ്രായമുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ചില രോഗികളൊക്കെ അങ്ങനെ ചെയ്യത്തില്ലേ. അപ്പോൾ എന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയണത് നിങ്ങളാണത് ചെയ്യണമെന്ന് നിങ്ങൾ പറയരുത്. ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം ഞാനെപ്പോഴും ഓർക്കുകയെ ഈ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നെന്ന് പറയത്തില്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറയും, അങ്ങനെയല്ല കേട്ടോ, നിർത്തിയതാണ് കേട്ടോ എന്ന് പറയും. അപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കാര്യം അത് വേറെ വിഷയമല്ലേ. അതായത് ദൈവം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ദൈവവും നിങ്ങളും തമ്മിൽ കൊള്ളാവുന്ന ഒരു ബന്ധമുണ്ടെന്ന് ഓർത്തേക്കണം. സോ ലെറ്റ് us come to prayer. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇനി അതിൻ്റെ അടയാളങ്ങൾ എല്ലാ മക്കൾക്കും എല്ലാ നേരവും അനുഭവിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ വെളിയായി തിരഞ്ഞെടുത്ത് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർ ഈശോ കാണിക്കുന്നുണ്ട്. ഈ തണുപ്പത്ത് മഴയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്തവർ കാണിക്കുന്നുണ്ട്. അവരെല്ലാം മനസ്സിൽ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം വർഷകാലം ഉണ്ടാവുമെങ്കിൽ കർത്താവ് അതൊക്കെ നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ അത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്നവരെ ആർക്കെങ്കിലും ഭവനത്തിന് തടസ്സങ്ങളുണ്ട്, ഭവനമില്ലാത്ത അവസ്ഥ ഉണ്ട്, ഭവനം വെക്കാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബോധ്യത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങളുടെ മുമ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയും. കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കർത്താവിനെ മാത്രം കണ്ടാൽ മതി. കൃപാസന സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഇന്നും ഉള്ളതെന്ന് പോലെ വിളിച്ചു വരുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതിലേറ്റവും വലിയ നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി തന്നെയാണ്. കാര്യം അത് വർക്കൗട്ട് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കർത്താവെ, അങ്ങനെ മക്കൾ ജോലിയില്ലാത്തവർ, അതുപോലെ തന്നെ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്തവർ, അവിടെ വിചാരിക്കുന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടാത്തവർ, വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തവർ, അങ്ങനെ ഓരോരോ അലച്ചിൽ വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, ആ സ്കൂളിൽ കീഴിൽ ഞാൻ പഠിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. അവർ പറയണം മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവണില്ല, എവിടെയും കിട്ടിയാൽ പോരെ, എങ്ങനെയും പഠിച്ചാൽ പോരെ എന്ന് പറയുമ്പോഴേ മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ആ മക്കൾക്ക് അറിയാം ആ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മാത്രമേ ഇതിന് സ്കോപ്പുള്ളതെന്ന് അറിയാം. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മാതാപിതാക്കന്മാർ മനസ്സിലാക്കാൻ ചിലരെ പറ്റണില്ല. അപ്പം അതുകൊണ്ട് പലതരത്തിലുള്ള പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അക്രമങ്ങളും പ്രത്യാക്രമണങ്ങളും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. പരസ്പരം മാനസികമായിട്ട് അകന്നു പോയവരുണ്ട്. ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഐക്യത്തോടെ മുന്നേറാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മ അവിടെ ചെല്ലണം. അമ്മ അവരുടെ കൂടെ അവരുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് മാനുഷികമായി പരാജയപ്പെട്ടെടുത്ത് അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലെ ആ കുടുംബം ഐക്യപ്പെട്ട് വരണം. യേശുക്രിസ്തു നാമം അവർ പേറണം. ആ നാമം ലോകത്തിന് കൊടുക്കാനോ സുഖത്തിന് ഉപകരണമാകണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരിപ്പോൾ കാണുന്നുണ്ട്, മക്കളില്ലാത്ത അമ്മമാരെ കാണുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ തിരുമുറുപാട് വലതുകരത്താൽ കർത്താവ് ആശീർവദിക്കട്ടെ. കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ നിസ്സാരമാണ്. നമ്മളത് ആ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ദൈവമായിട്ട് ആ ഉടമ്പടി എടുത്തിട്ടെങ്കിൽ പോലും ഉടമ്പടിയുടെ അരുവിലേക്ക് വരാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉടമ്പടിയുടെ അരുവിലേക്ക് വരുന്നതിന് വേണ്ടിയും ആ ആന്തരികമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ ദൈവമാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറിയ കടകൾ, കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, ഏജൻസികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നഷ്ടമായി കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പലതരത്തിൽ മനസ്സിനെ വിഷമിപ്പിച്ച് വേദനിച്ച് കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് കൃഷി നഷ്ടപ്പെട്ടവരുണ്ട്. കൃഷി ഇപ്പോൾ ഇറക്കാനുള്ള സമയമായി വരുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാ മേഖലകളെയും കർത്താവെ ആശീർവദിക്കണമേ. കന്നുകാലികളെ നായക്കാലികളെ വളർത്തിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതിന് രോഗങ്ങൾ വരുന്നവരുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങൾ, വർഷകാലത്തിൻ്റെ രോഗങ്ങൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെ എല്ലാ മേഖലകളെയും കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ സകല സങ്കടങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വസരെ നയിക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹപ്രവർത്തകൻ എന്നോട് ചോദിച്ചു,
കുറച്ചുകൂടി മെച്ചമായി ആധ്യാത്മികമായിട്ട് വളരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വീട്ടിലോട്ട് മടങ്ങാൻ പറഞ്ഞു. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല പല നമ്മളുണ്ടല്ല, നമ്മളുണ്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു നമ്മളുണ്ട്, അല്ലേ? സ്കൂളിൽ, കോളേജിൽ, അവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷനുണ്ട്. ഇതെല്ലാം ഫേക്കാണ്. നിങ്ങളുടെ കമ്പനിയിൽ, ഹോസ്പിറ്റലിൽ നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷനുണ്ട്, പുറത്തേക്ക് അത് ഫേക്കാണ്. ഫേക്ക് അല്ലാത്ത ഇമ്പ്രഷൻ ആരുടെ ആണെന്നറിയാമോ? വീട്ടുകാരുടെ. വീട്ടിൽ നിങ്ങളെ ഫേക്ക് അല്ലെങ്കിൽ റിയൽ ആണെങ്കിൽ നിങ്ങളെ പക്ക റിയലാണ്. കാര്യം നിങ്ങളെ കൃത്യമായിട്ട് അകവും പുറവും വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ അറിയാവുന്ന ആൾക്കാരാണ് വീട്ടിലുള്ളത്. അപ്പം വീട്ടിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടില്ല. പിശാച് ബാധ്യനാണ്. പിശാച് അവന് ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. പിശാച് കുറേ നാൾ താമസിച്ചാണ് അവൻ്റെ ശരീരത്തിലേ. അപ്പം ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയറല്ലേ? ആ ബിഹേവിയർ ഉണ്ടല്ലോ. ഇപ്പം ഒരു പിശാച് ബാധനെ ഈശോ ഒഴിപ്പിച്ചില്ലേ? അപ്പം അവൻ കർത്താവ് വള്ളത്തെ കയറി കഴിഞ്ഞപ്പോൾ, ശിഷ്യന്മാർ കഴിഞ്ഞപ്പോൾ അവനും വള്ളത്തിൽ കയറാൻ പോയി. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നീ ഇവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിടെ എല്ലാം അവിടെ കൂടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ആ കേസ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞു, നീ അത് വിട്ടിപ്പോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാകാം. നീ അത് വിട്ടിപ്പോ. എന്താ കാര്യം? കുറേ നാൾ പിശാച് താമസിച്ച ശരീരമല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു ബിഹേവിയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കാണും. അത് സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അവർ കറക്ഷൻ ചെയ്യണം. അത് മർക്കോസ് 5:18-19. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ, പഴയ രഗീയൻ, അവനോട് കൂടെ പോകുന്നതിന് അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. നല്ല മനുഷ്യരുണ്ട്, അനുവാദം ചോദിച്ച ബിഹേവിയർ ശരിയായി വരുന്നുണ്ട്. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. സ്വന്തക്കാരെന്ന് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീടെന്നുകൊണ്ട് ഇപ്പം ഞങ്ങളെ നിയമമൊക്കെ പഠിക്കുമ്പോൾ ഹോം എന്ന് വെച്ചാൽ എന്താണത് വിശദീകരിക്കുന്നുണ്ട്. സ്വന്തക്കാർ താമസിക്കുന്ന സ്ഥലം. സ്വന്തക്കാരെടുത്ത് ചെന്നിട്ട് കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. കർത്താവിന്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ടാണ് അവനെ വിടുന്നത് സ്വന്തം വീട്ടിലോട്ട്. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അതായത് സ്വന്തം വീട്ടില് കർത്താവിൻ്റെ കരുണയുടെ കൈമാറ്റക്കാരനായിട്ട് ഒരു ദൈവ വിളി കൊടുത്ത് അവനെ വിടുകയും കുറച്ചു കാലം കഴിയുമ്പോൾ ആ വീട്ടുകാരുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ ആ പഴയ ബിഹേവിയറൊക്കെ ഇല്ലേ, ആ ബിഹേവിയർ സിസ്റ്റം ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ, അത് പതുക്കെ സബ്സൈഡ് ചെയ്ത് അവൻ കറക്റ്റ് സുവിശേഷമാകും. ആ സമയത്ത് കർത്താവിൻ്റെ കൂടെ അവൻ ചിലപ്പോൾ കർത്താവിനെ തിരിച്ച് വിളിച്ച് കൂടെ നിർത്തിയെന്നും വരും. അപ്പോൾ എപ്പോഴും നല്ല നമ്മളെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ് നമ്മൾ അത് തരേണ്ടത് വീട്ടുകാരാണ് തരേണ്ടത്. അതുകൊണ്ട് ഈശോ ചോദിക്കുകയെ, ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് ഈശോയ്ക്കും തന്നെ പേഴ്സണൽ അസസ്മെൻറ്റിന് എന്താ അടിസ്ഥാനപ്പെടുന്നത്? തന്നെക്കുറിച്ചുള്ള പേഴ്സണൽ അസസ്മെൻറ്റിനെ സ്വയം വിലയിരുത്തലിന് ഈശോ അവലംബിക്കുന്നത് എന്താണ്? വീട്ടുകാരെയാണ്. അതാണ് ഈശോ പറയുന്നത്. എന്താണ്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ നിന്റെ വീട്ടുകാര് നീ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ആളാണ്. ഓക്കെ അല്ലേ? അപ്പം അതിനുവേണ്ടി
നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടമ്പടി ഫയറാകും. താങ്ക് യു. എൻ്റെ പേര് ജിജി. ഞാൻ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് കൊറോണ കാലത്ത് വരാതിരുന്നതിന് മുൻപിൽ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത 6 നിയോഗങ്ങളും എനിക്ക് ദൈവം തന്നു. അതിനെൻ്റെ അമ്മയ്ക്കും എൻ്റെ ദൈവത്തിനും കൂടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് എൻ്റെ അകന്ന ബന്ധത്തിലുള്ളൊരു കുഞ്ഞിന് 10 വർഷമായിട്ട് മക്കളില്ലാതിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾക്ക് ഒരാൺകുഞ്ഞിനെ ലഭിച്ചു. ദൈവത്തിന് അതിന് കൂടാനുകൂടി നന്ദിയാണ്. 10 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന മകളാണ്. അതിന് അമ്മയുടെ സാന്നിധ്യം വളരെയധികം ബലപ്പെട്ടതാണ്. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മകൾക്ക് ഫുൾ A+ കിട്ടി. അവൾ വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. +2 ഇംഗ്ലീഷിന് മാർക്ക് പുറകിലേക്ക് പോകും എന്ന് വിഷമിച്ചിരുന്നു. ഒരു വിഷയത്തിന് പോലും മാർക്ക് പുറകോട്ട് പോകാതെ 120 മാർക്ക് വെച്ച് ലഭിക്കുവാൻ അമ്മ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ഭർത്താവ് എന്നോട് വളരെ ഇതായിട്ട് ഇടപെടുന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ആമാശയം വികസിക്കുന്ന അസുഖമായിരുന്നു. അത് ഞാൻ ചുരുക്കി കെട്ടിയാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. 10-71 വയസ്സായി എന്ന് പറഞ്ഞു. അവർക്ക് ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കൊടുക്കാനേ ഉള്ളൂ, വേറെ ഇനി മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും ഉപയോഗിച്ച് വേറെ മരുന്നൊന്നുമില്ലാതെ ആ ഛർദിൽ പൂർണ്ണമായും മാറ്റി. 1 വർഷമായിട്ട് ഞങ്ങൾ വളരെയധികം വിഷമിക്കുകയായിരുന്നു. ആ ഛർദിൽ പൂർണ്ണമായിട്ടും മാറി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ത്രേസ്യമ്മ തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൻ മറിഷ് തോമസ്, ഭാര്യ ലിറ്റി തോമസ്, ഇവാൻ മെറിഷ്. ഈ കുഞ്ഞിന് 11 മാസം പ്രായമുണ്ടായിരുന്നപ്പോൾ ഇവനക്ക് ഒരു പനി വന്നു. ആ പനി ചെറിയ തോതിലായിരുന്നുകൊണ്ട് വലിയ കാര്യമറ്റും ഒന്നും ശ്രദ്ധിച്ചില്ല. എന്ന് പറഞ്ഞാൽ പനിക്കുള്ള മരുന്ന് സിറപ്പൊക്കെ കൊടുത്തു. പക്ഷേ സന്ധ്യാസമയമായപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോയി. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ കുഞ്ഞിന് പനി 106 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് കൺവൽഷൻ വരികയും കുഞ്ഞ് ബോധം പോവുകയും ചെയ്തു. പിന്നീട് അവനെ ഉടനെ വെൻറ്റിലേറ്ററിലേക്ക് കയറ്റി. അവിടെ കുഞ്ഞ് ഒരുപാട് സീരിയസ് ആയിരുന്നു. 3 ദിവസം കുഞ്ഞ് വെൻറ്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ ഞാനും ലിറ്റിയുടെ അമ്മയും കൂടി അവിടെ വെളിയിലിരുന്ന് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ഹോസ്പിറ്റലിൽ നമ്മളുടേതായ ഒരു കാര്യങ്ങളും പ്രാർത്ഥനയോ അഥവാ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, കാശുരൂപമോ അഥവാ തൈലമോ ഒന്നും തേക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളെ അകത്തോട്ട് കയറുവാൻ പോലും സമ്മതിക്കാതെ ഞങ്ങൾ വെളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളൊരു നേഴ്സിനെ റിക്വസ്റ്റ് ചെയ്ത് ആ നേഴ്സിൻ്റെ ഒരു സ്നേഹത്തോടു കൂടി ഞങ്ങൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം കെട്ടുവാനും അവൻ്റെ തലയിലും അവൻ്റെ കൈയുടെയും കാലിൻ്റെയും വെള്ളയിലും വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. പിറ്റേന്ന് കുഞ്ഞ് കണ്ണു തുറന്നു. അവിടെ നിന്ന് കുഞ്ഞിനെ ICUയിലേക്ക് മാറ്റി. അവിടെ അവൻ 3-4 ദിവസത്തോളം ICUയിൽ കിടന്നു. കുഞ്ഞ് വളരെ വെപ്രാളമായിരുന്നു. അവനക്ക് ചെസ്റ്റിന് ഒത്തിരി കഞ്ചഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. കുഞ്ഞിനെ ന്യൂമോണിയ ആയിട്ടുകൂടെ കുഞ്ഞിനെ AC റൂമിലായിരുന്നു കിടത്തിയിരുന്നത്. കുഞ്ഞൊരുപാട് കഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസം കുഞ്ഞിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ അവനെ ഒരു ഹോസ്പിറ്റലിലും കിടത്തേണ്ട ആവശ്യം വന്നില്ല. കുഞ്ഞ് അവിടെ നിന്ന് റിക്കവർ ചെയ്തു. ഇത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കാരുണ്യമാണ്. അമ്മയുടെ ഇടപെടൽ കൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകോടി സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ആമീൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റിറ്റി. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസഫ്. ഇത് ഞങ്ങളുടെ മോള് ക്രിസ്റ്റൽ പരിയ.
ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഞാൻ 2020 മാർച്ച് 4 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഏപ്രിൽ 28 ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. ഡിസംബർ 8 മാതാവ് എനിക്ക് മോളെ തന്ന് അനുഗ്രഹിച്ച് കൃപാസനം മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പപ്പയും മമ്മയും അങ്ങ് മലമുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു വീട് വെക്കാൻ കുറേ ആഗ്രഹിച്ചു. ഇപ്പോൾ ഉരുപ്പുംകുറ്റി സിറ്റിയിൽ 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു പെര പണിതു. മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡയന. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. 2018 ഡിസംബറിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം എൻ്റെ ഹസ്ബൻഡിനും എനിക്കും ഒരു നല്ലൊരു ജോലി അതിന് വേണ്ടിയിട്ടായിരുന്നു വെച്ചത്. ഉടമ്പടി എടുത്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ഗവൺമെൻറ് ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ കൊച്ചുണ്ടായതിന് ശേഷം ജോലിക്ക് പോയി ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൊച്ചിനെ നോക്കാൻ വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് സയൻറ്റിഫിക് റൈറ്റർ പോസ്റ്റ് തന്ന് അനുഗ്രഹിച്ചു. അത് വീട്ടിലിരുന്നാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെച്ചൊരു നിയോഗം, എൻ്റെ സഹോദരൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് ജോലി നിർത്തി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് ലോണൊന്നും എടുക്കാതെ ഒരു ബിസിനസ് തുടങ്ങണം അതിനായിരുന്നു ആഗ്രഹം. അപ്പം അതുപോലെ തന്നെ അവൻ സൗദിയിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്ന് ലോണൊന്നും എടുക്കാതെ തന്നെ ഒരു നല്ലൊരു ബിസിനസ് തുടങ്ങാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി, 1000 നന്ദി. പ്രൈസ് ദി ലോർഡ്. അത് ഇത് ഈ കാലത്തല്ല, പഴയ നിയമത്തിലെ തന്നെ ഒരു നിലപാടാണത്. സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും അതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് സംഭവം. അപ്പോൾ അവിടെ മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതൽ ഉണ്ടായതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെക്കുറിച്ച് പറയണതാ. ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യം മുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച കാലത്ത് ആ ദൈവത്തിന് നെഞ്ചത്ത് കിടന്നയാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്. അപ്പോൾ ഈ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവദമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് വശംവദമാണ്. ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും, അതുകൊണ്ട് യേശുക്രിസ്തു ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പൊ അതായത് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാന കാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട്
സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാന് വചനം നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം പറയണത്. എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്? അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും. അപ്ലൈഡ് തിയോളജി, അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും. എന്താണ് എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും. എന്താണ്, എങ്ങനെയാണ്, എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്ക് അവകാശമാക്കാൻ പറ്റും. അതിൻ്റെ റോൾ ഓഫ് ദി കവനൻ്റ്, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ്, അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുക. ഇപ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറയുടെ വരത്തില്ലേ, അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട്. എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും, അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത്. കവനൻ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താ പറയുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് എപ്പോഴും അതിന് പ്രഖ്യാപിതമായ ഒരു പഠനമാണത്. ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇവിടെ ആൾക്കാരെ കേട്ടുനിന്ന സാക്ഷി ഇതാണ്. അത് ഒരു പയ്യൻസ് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്വർഗസ്ഥ പിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണമെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഈ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന്. അപ്പം ഞാനോർത്ത്, പിന്നെ എന്തിനാണ് ഇവന് ഉടമ്പടി വന്നത്? ഉടമ്പടി വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മാത്രമല്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ആ വീട്ടിൽ അവന് 10-27 വയസ്സുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ചെല്ലിച്ചിട്ടുള്ളത് എന്ന് പപ്പ പറഞ്ഞു കൊടുക്കണ. ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയല്ല. അതാണ് പപ്പയുടെ സ്റ്റാൻഡേർഡ്. അത് ശരിയാണല്ല, അത് ശരിയാണല്ല. പപ്പ എന്താ പറഞ്ഞിരിക്കണത്? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന, ഇതാണ് ഈശോ പഠിപ്പിച്ചത്. ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയല്ല എന്നാണ്. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തിനാ പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തത്? ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല. കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും, നമുക്കറിയാമല്ലേ, പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു പ്രശ്നത്തിൽ പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായാൽ മാത്രം പോരാ.